2026-27 കേരളത്തിൻ്റെ പുതുക്കിയ സംസ്ഥാന ബഡ്ജറ്റ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്തരിച്ച പ്രശസ്ത നടൻ നമ്മളെ സലീം കുമാറുണ്ടല്ലോ, സലീം കുമാറിന് സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ മാറ്റിവെച്ചു സർക്കാർ. അതായത് സലീം കുമാർ നല്ലൊരു കലാകാരൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സർക്കാർ പണം കൊണ്ട് ഒരു സ്മാരകം പണിയേണ്ട കാര്യമുണ്ടോ? ഇത് ഞാൻ ചിന്തിക്കുന്ന കാര്യമല്ല, എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണിത്. ഇനിയിപ്പോൾ അങ്ങനെ പണി കഴിപ്പിക്കണമെങ്കിൽ വേറെയും ഒരുപാട് ലെജൻഡായിട്ടുള്ള കലാകാരന്മാരില്ലേ, നിങ്ങളെയൊന്ന് ആലോചിച്ച് നോക്കുക. നെടുമുടി വേണു, ശ്രീനിവാസൻ, ഇന്നസെന്റ്, KPSC ഉള്ളത് നമ്മളെ സുകുമാരി ചേച്ചി, പിന്നെ എന്താ പറയുക കൊച്ചിൻ ഹനീഫ, എത്ര കലാകാരന്മാർ നമ്മളെ വിട്ട് മാഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? അവരുടെ പേരിലൊന്നും ഇതുപോലെ ഒരു എന്താ പറയുക ഒരു സ്മാരകമൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു കലാകാരന്മാരെയും ഒരു പാർട്ടിയോട് ചേർത്ത് കൂട്ടി വെക്കുന്നില്ല. അതായത് വളരെ സാമ്പത്തികമായുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മളെ കേരളം നേരിടുമ്പോൾ എന്താ പറയുക, ഈ 1 കോടി രൂപ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രായോഗികപ്പെടുത്തിക്കൂടെ? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക.